അപ്പോൾ നമുക്കിന്ന് കുഴിപ്പനീർ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയാവുന്ന സംഭവമൊക്കെ തന്നെയാണ്. അപ്പോൾ അതാ നമ്മുടെ തൊടിയിലായ നല്ല പച്ചമുളകും പഴുത്ത പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളി നല്ല കുനുകുന നല്ലോണം ചോപ്പ് ചെയ്തോ. പിന്നെ ഇഞ്ചി എല്ലാം കുനുകുനായിക്കോട്ടെ. പച്ചമുളക്, വേപ്പില, പിന്നെ അതാ പച്ചമല്ലി. അപ്പോൾ ഇത്ര ഐറ്റംസ് കുനുകുനാക്കിയത് നമുക്കെല്ലാം കൂടി പച്ചമല്ലി മാത്രം മാറ്റിയിട്ട് എല്ലാം മാറ്റി വെച്ചു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കുക, ഒരു ചെറിയ ജീരകം കുറച്ച് ഇടുക. പിന്നെ ഇതാ നമ്മൾ മാറ്റി വെച്ച പോലെ സവാളയൊക്കെ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചാൽ അതും ഉപ്പും ഇട്ട് കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഉണ്ടാവുമല്ലോ, അതിനകത്തോട്ട് ഇതിടുക. പച്ചമല്ലി അരിഞ്ഞ് വെച്ചത് അത് ഇടുക. ഞാൻ വൈകുന്നേരമാണ് പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണത്. ചായയും കൈകൂടെ വെച്ച് പിള്ളേർക്ക് ഈ സംഭവം ഉണ്ടാക്കിയതാണ്. അതൊന്ന് ഞാൻ മേളിൽ വന്ന് കുറച്ച് നെയ്യ് തൂക്കി കഴിഞ്ഞിട്ടാണ് ഇത് മറിച്ചിടുന്നത്. മറിച്ച് ഒന്ന് മൊരിഞ്ഞെന്ന് കാണുമ്പോൾ ആ ഒരു മുരിവ് നമുക്കറിയാൻ പറ്റും കേട്ടോ. ആ ഒരു പരിവ് പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം മറിക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് മൂടി വയ്ക്കുക. പിന്നെ അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ സംഭവം റെഡി.